ആ ഒന്നല്ല വാച്ച് സ്ട്രീം. എടാ നീ തന്നെ സ്ട്രീം തന്നെ ചെയ്തോണ്ടിരിക്കുന്നേ. ആ ഓക്കെ. ഓ പിന്നെ അങ്ങനെയായിരുന്നല്ലേ. എടാ ഇത് ലൈവാണോ 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 ഓക്കെ തുടങ്ങിയാലോ? യെസ് ഗൈസ്. ഓക്കെ ഗൈസ്, സോ വെൽക്കം ടു പെർഫെക്ഷൻ. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് പോസ്റ്റേഴ്സ് കണ്ട് റിയാക്ട് ചെയ്യാൻ പോകണം. എന്നിട്ട് ആ പോസ്റ്റേഴ്സിന് നമ്മള് ഗുഡ് ബാഡ് അഗ്ലി പറഞ്ഞിട്ട് റാങ്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഓരോ പോസ്റ്റേഴ്സ് വെച്ചിട്ട്. അപ്പൊ ലെറ്റ്സ് ഗോ. ലോക പോസ്റ്റർ എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായം പറ. എനിക്ക് ഗുഡായിട്ടാണ് ഫീൽ ചെയ്തത്. ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് കുറച്ച് ഓക്കോർഡായിട്ട് തോന്നി, പിന്നെ 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 ഒന്നും നല്ലതാണെന്ന് തോന്നി. പടം വൈസ് എന്നെ സംബന്ധിച്ചിട്ടല്ലോ ഈ പോസ്റ്റർ കാണുമ്പോൾ ഐ ഗെറ്റ് ഒരു ലൈക്ക് സംതിങ് ഗ്രാൻഡർ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു പരിപാടിയാണെന്നുള്ള ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു പോസ്റ്റർ, ഒരു വണ്ടർ വുമൺ റെഫറൻസ് ഒക്കെ എനിക്ക് എവിടേക്കോ ഫീൽ ചെയ്യുന്നുണ്ട് പോസ്റ്ററിൽ. കളറും നല്ല രസമുണ്ട്. എനിക്ക് കണ്ടപ്പോ ഡ്യൂണിന്റെ ഒരു ഫീൽ കിട്ടിയത്, ഡ്യൂണിന്റെ ഒരു കളർ ക്വാളിറ്റി അങ്ങനെയാണ് എനിക്ക് ഇത് കണ്ടപ്പോ ആദ്യം മനസ്സിൽ വന്നത്. ബട്ട് ഗുഡ് പോസ്റ്റർ. എനിക്ക് നസ്ലന്റെ പൊസിഷൻ കുറച്ച് ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ട് ബാക്കിലേക്ക്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഫസ്റ്റ് ഓക്കോർഡായിട്ട് തോന്നിയത് നസ്ലന്റെ ആ പൊസിഷൻ. പിന്നെ ഗുഡാണ്, ഒരു ഓവറോൾ പോസ്റ്റർ. നെക്സ്റ്റ് പോസ്റ്റർ എപ്പിക് പോസ്റ്റർ. എന്റെ അറിവില് സെയിം ഹിയർ ആൻഡ് എനിക്ക് തോന്നുന്നു കുഡൂസ് ടു എസ്തറ്റിക് കുഞ്ഞമ്മ. Yes. This is one of the best stills അവർ എടുത്തിട്ടുള്ള. ലൈക്ക് ഒരു എനിക്ക് തോന്നുന്നു മമ്മൂക്കാടെ ഇതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റിൽ ആയിരിക്കും. ആ ലുക്കിൽ കംപ്ലീറ്റ് ക്യാരക്ടറും പരിപാടിയും സ്റ്റിൽ ഓൺ ഫോർ എ ക്യാരക്ടർ. ഇതിനും വലിയൊരു സാധനമില്ല. എനിക്ക് ഈ പോസ്റ്റർ കാണുമ്പോൾ തന്നെ പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ പടം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി, സത്യം പറയുന്നത് ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ. So let's go to next poster. Come on guys, in Kerala Hulk. എന്താ അഭിപ്രായം? ഇത് മറ്റേ CD-യുടെ കവറാണ്. വെക്കേഷൻ ത്രില്ലർ പുതിയൊരു തീമാണ്. ഇത് കുറച്ച് ഒരു ഡാർക്ക് മീം ഉണ്ട് കേട്ടോ. അതിഷ്യൻ മേലെ നിൽക്കുന്നുണ്ട്, പക്രു താഴെ നിൽക്കുന്നുണ്ട്. ഇത് ഭയങ്കര എക്സ്ട്രീം സംഭവം. പിന്നെ വേറെ എനിക്ക് പുള്ളിങ്ങനെ എന്തോ ആ പൊസിഷൻ കണ്ടിട്ട് എനിക്ക് അങ്ങ് ശരിയാവുന്നില്ല. ടൂറായിരിക്കണ പോലെ ഇല്ലേ ബീച്ചില്. എനിക്ക് എന്താ സംഭവം എന്താ ബ്രോ? ഇതെന്താ പറ്റിയെന്ന് അറിയോ? അവരെല്ലാവരും മുകളിലേക്ക് നോക്കണത് കാണിക്കണമായിരുന്നു, പക്ഷെ അവർക്ക് പ്ലേസ്മെന്റ് ശരിയായില്ല. നേരെ പുള്ളിനെ സൈഡ് ആക്കി. കാരണം ഇവരുടെ ബാക്ക് നമുക്ക് കാണിക്കാൻ പറ്റല്ലോ. ഹൾക്കിന്റെ ബാക്കിലല്ലേ, നമ്മുടെ POV-യിലാണല്ലോ അവര് നോക്കിയത്. സോറി ഹൾക്ക് 144p എന്നാ ഞാൻ വിളിക്കാം. അപ്പൊ അതിന്റെ DVD-യുടെ കവർ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിലാവാത്തത് ഈ കാവ്യമോദൻ എങ്ങോട്ടാ നോക്കുന്നത്. എല്ലാവരും എടാ ഇത് ഡബിൾ മീനിംഗ് എടുക്കില്ല. കട്ട് ചെയ്യും എന്നെ ക്യാൻസൽ ചെയ്യും. This podcast is NSFW. അത് ആദ്യം നീ വച്ചിട്ട് നീ നിന്റെ എല്ലാം ഇട്ടിട്ടാ മതി. 18+. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ഉണ്ണി വ്ലോഗ്സ് ചിലപ്പോ പുതിയൊരു വീഡിയോ എടുക്കും. പൊളിറ്റിക്കൽ കട്ടിയില്ല അങ്ങനെ ഇരിക്കട്ടെ. പുള്ളി ലൈറ്റ് ഒക്കെ ഓണാക്കിയെന്ന് കേട്ടത്. എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു അതിഷ്യൻ ലോക യൂണിവേഴ്സിലേക്ക് വരണം എന്നാ തോന്നുന്നു. ഇതുപോലെ ഒരു ഹൾക്കായി പുള്ളി. അല്ലടാ, ജസ്റ്റ് ഇമാജിൻ അതിഷ്യൻ ഇൻ ലോക യൂണിവേഴ്സ്. സോ ഇന്ന് എവിടേക്ക് ഇടേണ്ടത്? ബാറ്റ് ക്ലാസിക് സാധനം. എനിക്ക് തോന്നുന്നു ഇത് ബ്രെയിൻ റൂട്ടാണോ സംഭവം? എന്താ ഇത് അനിമേറ്റഡ് ക്യാരക്ടർ ആണോ? ഇത് എനിക്കറിയില്ല, ഇതിനെപ്പറ്റി എനിക്ക് ഒന്നും അറിയില്ല. പക്ഷെ പോസ്റ്റർ ചെയ്തവന് എന്റെ അതാണ് പുള്ളി അനിമേറ്റഡ് ക്യാരക്ടർ ആണോ? എന്താ സംഭവം? എന്താ അല്ല, പുള്ളി മെറ്റഫോറാണ്. അതൊക്കെ ഫെസ്റ്റിവലിൽ നിന്നൊക്കെ കൊടുക്കുന്ന പോസ്റ്റർ. നിങ്ങൾ ചുമ്മാ അങ്ങനത്തെ ഒരു ക്ലാസിക് സാധനം അതൊക്കെ. ഞാൻ വ്യൂവേഴ്സിന് ഒരു ചാലഞ്ച് തരാം. ഈ പോസ്റ്റേഴ്സിൽ എത്ര ഒച്ചുണ്ടെന്ന് കണ്ടുപിടിക്കും. ഇത് പണ്ട് ബാലരമയിലൊക്കെ വരുന്ന പോലെ ഒച്ച് ടൈറ്റിലൊരു ഒച്ച്
ടൈറ്റിൽ എഴുതിയേക്കുന്നത് ഒരു ഒച്ചിന്റെ ശൈലിയില് ആ ചായന്റെ അടിയിൽ ഒരു ഒച്ച് ഒരു ഒച്ച് ആ ഓന്റെ സ്ത്രീന്റെ മുകളിൽ ഒരു ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ആ ഒച്ചെന്ന് എഴുതിയേക്കുന്ന മറ്റേ മലയാളത്തിലെ ചന്ദ്രകല, ദാറ്റ്സ് ഓൾസോ എൻ ഒച്ച്. എവറിത്തിങ് ഇസ് എൻ ഒച്ച്. ഇറ്റ്സ് എ ബ്രില്യന്റ് തിങ് മാൻ. അതില് ബാക്കി എല്ലാവരും ബാക്കി ബാക്കിൽ ഇതുവരെ മരിച്ചു പോയോ? മറ്റേ ഫ്ലാഷ് ബാക്കിൽ മറ്റേ ഫോട്ടോയിലൊക്കെ വെക്കൂലേ മരിച്ചു കഴിഞ്ഞിട്ട്? ഈ പോസ്റ്റർ ഡിസൈനർ എന്ത് വലിച്ചിട്ടാണോ ഇത് ഉണ്ടാക്കിയത്? ഐ ജസ്റ്റ് വാണ്ട് ടു നോ ദാറ്റ്. ഇത് 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 ഞാൻ സ്ട്രേറ്റ് അവേ അഗ്ലി കൊടുക്കും. കാര്യം ദിസ് ഈസ് നോൺസെൻസ്. തല ബ്രോ സുധീർ കരമന, ഹൗ സുധീർ കരമന ഫീൽ ആഫ്റ്റർ സേ ഇത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? പുള്ളി രാത്രിയൊക്കെ ഉച്ചായിട്ട് ഒച്ചിന്റെ തല വിട്ടുപിടിക്കും. ഇതിനും ഒരു ആർട്ടിസ്റ്റിന് ഇതിനും വലിയ അപമാനം ഉണ്ടോ? എനിക്കറിയില്ല. ഇത് പറഞ്ഞ മോസ്റ്റ് അഗ്ലിയസ്റ്റ് പോസ്റ്റർ എവർ ഇൻ മലയാളം സിനിമ എന്റെ അറിവിൽ. ഇതിന്റെ അപ്പുറം സീനുള്ള പോസ്റ്റർ ഇല്ലാണ്. ഇപ്പൊ ഇത് അഗ്ലിക്കിടല്ലേ എന്തായാലും? അഗ്ലിട്ടോ അല്ലെങ്കിൽ അഗ്ലി ഒന്നും ഉണ്ടാവില്ല, ബാക്കിയൊക്കെ ഗോട്ടാവും. അതാണ് ഇതിനേക്കാളും താഴെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ 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 അതെ, അത് കിട്ടും. അജയുടെ സ്റ്റോക്ക് അല്ലേ, എനിക്ക് കിട്ടുന്നുള്ള സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. നീ ബാക്കി കാണിക്ക്. നെക്സ്റ്റ് വൺ. എപ്പിക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ലൂസിഫർ. അതാ ഞാൻ പറഞ്ഞു തരുന്നത്. ആഫ്റ്റർ എന്താണ് സംഭവിച്ചെന്നുള്ള പോസ്റ്റർ നീ കൂടി കാണിക്കണം. എമ്പുരാന്റെ മറ്റേ മിനി മിലിഷ്യയിലെ ജാക്കറ്റ് വരുന്ന സാധനം. അപ്പൊ ഇതിന്റെ ഓർമ്മ പോകും. പക്ഷെ ഇത് കിട്ടില്ല. ഇതിന്റെ മിറർ എഫക്റ്റ് ആണ് ഫേവറേറ്റ് എന്റെ സാധനം. ടൈറ്റില് ഇത് ഭയങ്കര മോഹൻലാലിന്റെ ഫേസ് കാണിക്കാണ്ട് തന്നെ ലൈക്ക് നമുക്ക് ഹൈപ്പ് ജനറേറ്റ് ചെയ്ത സംഭവമാണല്ലോ. ഇതാണ് എനിക്ക് എന്റെ അറിവിൽ തോന്നുന്നു ഫസ്റ്റ് പോസ്റ്റർ ലൂസിഫറിന്റെ ഇറങ്ങിയത്. സോ ദിസ് ഗോസ് ടു ഗുഡ്. റാങ്ക് ഗുഡിലേക്ക് പോവാം. ഗുഡ് പൃഥ്വിരാജ്. എന്താണ് അഭിപ്രായം? എല്ലാവർക്കും ഗുഡ് തന്നെയല്ലേ? വന്നുണ്ട്, തഗ് വന്നുണ്ട്. എനിക്ക് തോന്നി ഇതൊക്കെ വരുമെന്ന്. സംഭവം ഇത് എനിക്ക് തോന്നുന്നത് മറ്റേ SMR സീരീസിലെ പോസ്റ്റർ പോലെയുണ്ട് എനിക്കിത് കാണുമ്പോ. അതാണ് ഫസ്റ്റ് മൈൻഡിൽ വരുന്നത്. ശരിയാ. എന്താ SMR സീരീസ് എന്ന് ചോദിക്കരുത്. അത് അറിയാവുന്നവരായിരിക്കും. എനിക്കറിയില്ല. എനിക്കും അറിയാം. എന്തൊരു ലൈക്ക് സംഭവം, എന്താ ഒരു പ്ലേ ബോയ് ബുക്കിന്റെ കവർ പോലെ എന്താ സംഭവം ഞാൻ അറിയില്ല. തഗ് കൊടുത്തിട്ടുണ്ട്. തഗ്ഗാണ് പുള്ളി, അത് മനസ്സിലായില്ലേ? അതാണ് അൾട്ടിമേറ്റ് പോസ്റ്റർ റെഫറൻസ്. ആ നടത്തത്തിലില്ല പുള്ളിയുടെ സ്വാഗ്. ലൈക്ക് യുനോ അൾട്ടിമേറ്റ് സിഗ്മ പോസ്റ്റർ. ഇത്തരം ചിക്സിനെ പുള്ളിക്ക് വേണ്ട. പുള്ളിക്ക് തഗ്ഗാണ് പുള്ളി. ഈ ബാക്കിൽ നിൽക്കുന്ന 6 മോഡൽസിന് കരിയർ ഒറ്റ പടത്തിൽ തീർത്തിട്ടുണ്ട് തോന്നുന്നു. So what do you guys say? ധ്യാൻ ഹേമസ് പോസ്റ്റർ ബാഡ് പോണോ അഗ്ലിക്ക് പോണോ? പറ. അഗ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ഗുഡ് ബാഡിക്കിടന്നോ ബാഡാണോ അഗ്ലിയാണോ എന്നുള്ളതാണ്. ഇംഗ്ലീഷ് വന്നിട്ട് ഗുഡ് ഗുഡ് ബിക്കോസ് ഐ ലൈക്ക് ദ ചിക്സ്. ഐ തിങ്ക് ബാഡിക്ക് പോവാ തോന്നുന്നല്ലേ. ഒച്ചിന് ഡിഫറെന്റ് ഒരു സെപ്പറേറ്റ് പ്ലേസ് വേണം തോന്നുന്നു ഒച്ചിന്റെ പോസ്റ്ററിന്. കോമ്പറ്റേറ്റ് ആയിട്ടില്ല. ഇത് ബാഡ് റേറ്റ് ചെയ്യാൻ ഏറ്റവും പാട്. അഗ്ലി ആക്കോ ബാഡ് ആക്കോ എന്നുള്ളതാണ് ഈ പടത്തിന്റെ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ഒച്ചും തഗ്ഗായിട്ടാ കോമ്പറ്റീഷൻ. എന്തായാലും ബാഡിക്ക് പോകാം. ഒച്ചിന്റെ അടുത്ത പോസ്റ്ററിലേക്ക് പോകാൻ പോകണട്ടോ. നിങ്ങക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന ഇത് കിടില ബ്രോ. മലയാള സിനിമയില് മുംബൈ പോലീസ് അല്ലേ? അപ്പൊ ആദ്യത്തെ ഗേ പടം ഇതാണോ? ഇത് വേണമെങ്കിൽ സൂം ചെയ്ത് കാണിച്ചോട്ടാ പുള്ളിക്കാരന്റെ ഹാൻഡ് പൊസിഷൻ. എനിക്ക് തോന്നുന്നത് അതിന്റെ ടൈറ്റിലിന് ആപ്റ്റ് ആണ് തോന്നുന്നു. ബാങ്കോക്ക് സമ്മർ. ഇത് പിന്നെയും ബെറ്റർ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഫസ്റ്റ് കാണിച്ച ഇമേജ് എനിക്ക് ഭയങ്കര, അതിന്റെ ബാക്കിൽ എത്ര സമ്മർ എഴുതി വെച്ചിരിക്കുന്നത്. അന്നേ നമ്മൾ ഹിപ്ഹോപ്പ് സീൻ വിട്ടതാണ് മച്ചു ഉണ്ണിയേട്ടൻ. അതൊക്കെ നീ കളിയാക്കലേ. ബ്രില്യൻസ് അതൊക്കെ. എടാ ഇതെന്താ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ പൊസിഷനാണ്. കാരണം ദിസ് ലുക്സ് ലൈക്ക് എൻ എയറോപ്ലെയിൻ. മറ്റേ ഹെലികോപ്റ്ററിന്റെ 3 ഫാൻ. എന്താ സംഭവം? 3 കൈ. അതും 2 കൈ അങ്ങോട്ട് ഇങ്ങോട്ട്. എനിക്ക് മനസ്സിലാവണം ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റേ. വാട്ട് മാർക്കോ ഹാഡ് എ പാസ്റ്റ് ലൈക്ക് ദിസ്. ബാങ്കോക്കിലെ മാർക്കോടെ സീം അതാണ്. വെറുതെ അല്ല ജഗദീഷായിട്ട് ഇത്ര കോൺഫ്ലിക്റ്റ് പുള്ളിക്കല്ലേ മാർക്കോല്. ഓക്കെ,
സോ ഐ തിങ്ക് ഇത് കോട്ടിക്ക് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോട്ട് ലെവലിലെ പോസ്റ്ററാണ് ഈ Yes, 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 സംഭവം. yes. നെക്സ്റ്റ് വൺ മറ്റേടെ സ്റ്റോക്ക് ഫൈനലി Oh, this is too good. മൂഡ് മാറ്റി കളഞ്ഞു പയ്യൻ. It's too good. പുത്രേട്ടൻ സംഭവം. എനിക്ക് തോന്നുന്നു ഈ പോസ്റ്ററിൽ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ടൈറ്റിലിന്റെ ഡിസൈൻ ആണ് തോന്നുന്നു പറയുന്നു. ടൈറ്റിൽ അത് എനിക്ക് ആരാ തോന്നുന്നു title ആണ്? ബെസ്റ്റ് ടൈറ്റിൽ, ഒരു രക്ഷയില്ലാത്ത ടൈറ്റിലാണ് അത്. Yes. എങ്ങനെ അത് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധി പുള്ളിക്ക് വന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ അടിപൊളി. നേരം ടൈറ്റിൽ ഓൾസോ റിയലി ഗുഡ്. വെരി ഗുഡ്, പക്ഷേ വെരി ഗുഡ്, വെരി ഇത് ഗുഡ്. ഇത്രത്തോളം സിനിമയായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന വേറൊരു ടൈറ്റിൽ ഇല്ല. സിനിമയും ഐഡിയയും എല്ലാം കൊണ്ട് പണ്ട് ഇതേപോലെ നമ്മൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇറങ്ങുന്നത്. മറ്റേ ഇതേപോലെ വരച്ചിട്ടൊക്കെ ഉണ്ട്, ഇതേപോലെ വരയ്ക്കാനൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ട് പേപ്പറിൽ, ബുക്കിലൊക്കെ. ഹൂസ് ദ ഡിസൈനർ? അതാണ് എന്റെ ചോദ്യം. ആരായിരിക്കും ഐഡിയ. നോക്കാം. ഇവര് ആരായാലും Old- whoever it is. എനിക്ക് തോന്നുന്നു ഓൾഡ് മോങ്സോ അവരല്ലേ ഓൾമോസ്റ്റ് ആണോ അത്? ആ ടൈമിലുള്ള എല്ലാ നല്ല Old monks പോസ്റ്റേഴ്സ് ആണ്. അവരായിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശരിക്ക് പോവല്ലേ? Yeah. സോ ഗുഡ്. ഇനി അടുത്ത ക്ലാസ് സാധനം വരും കേട്ടോ. ഇപ്പൊ കണ്ടോ, സിംഹാസനം. എന്ത് പൗരുഷത്തിന്റെ വിജയഗാഥ. ഇതാരെ പ്രൊഡ്യൂസർ ഉണ്ടോ പോസ്റ്ററില്? വാട്ട് ദ ഫക്ക്? ആരത്? ഗൈസ്, ഇതിൽ ഒരാളില്ല. ഇതിന്റെ മെയിൻ ക്യാരക്ടർ ഇല്ല, കഴിവരി മാധവൻ. പുള്ളിക്കാരൻ ഇതിലില്ല. എന്റെ വൈദ്യ സംശയം ഇതൊന്നും ആ പക്ഷെ മറ്റേ ഇവര് രണ്ടുപേരും ഹരിഷ്കാരനാണോ നിന്റെ സംശയം? അല്ലല്ല, ഇതെങ്ങനെ 100th ഡേ ആയിരുന്ന? ഓ ഫക്ക്, അതൊരു നമ്മൾ അതാരും ശ്രദ്ധിച്ചില്ല. ഇതാണ് പ്ലീസ് ലൂപ്പോൾ കണ്ടുപിടിച്ചടാ. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏത് തിയേറ്ററിൽ ഓടി എവിടെ ഓടിയെന്ന് ആലോചിക്കുന്നു. ഞാൻ ഇപ്പൊ ഇതുവരെ ഈ പടം കണ്ടിട്ടില്ല കേട്ടോ, സീരിയസ്ലി. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മീംസ് കണ്ടിട്ടുണ്ട്, പടം കണ്ടിട്ടില്ല. സോ ഇതെന്താണ് ഇത്? അതെ. ബാഡിക്ക് കൊടുക്കണ, അഗിളിക്ക് കൊടുക്കണ, ഗോട്ടിക്ക് കൊടുക്കണ? ഇത് ബാഡ് കൊടുക്കാം. എനിക്ക് അഗ്ലി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഞാനൊരു റിസ്ക് ഗെയിം കൊള്ളാം. മറ്റേ സിമിലർ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഇപ്പൊ അയച്ചു തരാവേ. 105 എത്ര അത്? അതൊന്ന് സൂം ചെയ്ത് ആ ഒറ്റ തിയേറ്ററിന്റെ ഇത് കാണാം. അവിടെ മാത്രം ഓടിച്ചു 105. ആരും അതും ഒരു ഷോ. അത് ഹൗസ്ഫുൾ അല്ല കേട്ടോ, ഗ്രീൻ ആണ്. അതും green. എന്താ ഓക്കെ, എന്താണ് ഇത്? എനിക്ക് ഒരു നാടക പോസ്റ്റർ പോലെ തോന്നുന്നു. എന്താ അവസ്ഥ ഇതിന്റെ? ഇത് വെഡിങ് കാർഡ് പച്ച എല്ലാം ഓക്കെ ഗൈസ്, ഐ തിങ്ക് ബാഡിക്ക് വിടാം. ബാഡ്. പോഡ്കാസ്റ്റ് അതിന്റെ അജയ് കാണാൻ പോവല്ലേ? Straight away, concerned family. Okay, next one. Boom. This poster is an art. എനിക്ക് ഭയങ്കര വർക്ക് ചെയ്ത പോസ്റ്റർ. യു ഡോണ്ട് റിമെമ്പർ ദ മൂവി എക്സ്പീരിയൻസ്. എനിക്ക് പോസ്റ്റർ ഓക്കെയാണ്. യെസ്, എക്സാക്ട്ലി. ടൈറ്റിലാണ് എനിക്ക് ഭയങ്കര വർക്ക് ആയത്, മോർ ദാൻ പോസ്റ്റർ. എനിക്ക് ആ മൂണി വർക്കായി. മോഹൻലാലിന്റെ ബാക്കിലിരിക്കുന്ന, ലാലേട്ടന്റെ ബാക്കിലിരിക്കുന്ന ആ മൂണില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാം. എന്താണോ അറിയില്ല, എനിക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി ആ പോസ്റ്റർ. എനിക്ക് ചെറിയ പലർക്കും മിക്സ്ഡ് ഒപ്പീനിയൻസ് ആയിരിക്കും, പക്ഷെ ലൈക് ദ ഫാക്ട് പുള്ളിക്ക് ഒരു സാമുറായി ലുക്ക് കൊടുക്കണം. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പുള്ളിനൊരു സാമുറായി ലുക്കൊക്കെ പുള്ളിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടൊക്കെയോ കുറച്ച് കയ്യിൽ പോയിട്ടുണ്ട്. പക്ഷെ അത് ഈ ഫോട്ടോയിലൊക്കെ അത് കുറച്ച് ആ ഓറ കാണാം. ലൈക്ക് ആ കൈയും പുള്ളിയുടെ ഫിസിക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. ടാറ്റൂസ് ഉണ്ട്. സോ ദിസ് ഗോസ് ടു ഗുഡ്. ഒബ്വിയസ്ലി കുട്ടിക്ക് പോകാൻ പറ്റില്ല. ഒരെണ്ണം ഗുഡ് വരുമ്പോ അപ്പൊ തന്നെ ബാഡ് വരും. ഇത് പണ്ട് ഫോട്ടോഷോപ്പ് ചെയ്യാൻ പഠിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ ഇറക്കുമായിരുന്നു അടിപൊളി സാധനങ്ങളൊക്കെ. അല്ലല്ല, ഇത് ഫോട്ടോഷോപ്പ് അല്ലടാ. ഓ ഷിറ്റ്, എന്റെ അമ്മേ. സ്റ്റാർ ട്രെക്ക് ഇൻടു ഡാർക്ക്നെസ്സിന് സ്ട്രൈറ്റ് അവേ അടിച്ചു മാറ്റിയ സംഭവമാണ്. ലിറ്ററലി വേറൊന്നും ചെയ്തിട്ടില്ല അല്ലെ. പുള്ളിനെ അങ്ങ് റിമൂവ് ചെയ്യാ, ഏട്ടനെടുത്ത് വെച്ചു പോസ്റ്റർ. ഇതൊക്കെ ഇത് ഫാൻ മെയ്ഡ് ആണോ അതോ ഒഫീഷ്യൽ ആണോ? ഇത് ഒഫീഷ്യലാണ് ബ്രോ. ഓ ബ്രോ, ബാഡ്. ഇത് ദിസ് ഈസ് അഗ്ലി. കോപ്പിങ് ഈസ് മറ്റേ നെഗോഷ്യബിൾ. കോപ്പി അടിച്ചാൽ നമ്മൾ നേരെ അഗ്ലിയിലേക്ക് ഇടാം, കുഴപ്പമില്ല, ഫെയർ ആണ്. ഞാൻ ഇതിന്റെ ഫാനാ ഈ പോസ്റ്ററിന്റെ. കാര്യം ഞാൻ സുരേഷിനെ ഏറ്റവും ബെസ്റ്റ് ഇത് കണ്ടിട്ടുള്ള ലുക്ക് ഈ പടത്തിനാണ്.
ഇതില് ക്ലൈമാക്സില് കില്ലിംഗ് സീൻ ഏറ്റവും ക്രിയേറ്റീവ് കില്ലിംഗ് സീൻ ഇൻ മോളിവുഡ് എന്റെ അറിവിൽ. ലങ്ക കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ ഉള്ളവര്? നീ ഇതൊക്കെ കണ്ടിട്ടില്ല? കാണല്ലേ? ഏറ്റവും സോറി, ഞാൻ ഇങ്ങനത്തെ പടങ്ങൾ കാണാറില്ല. ഓക്കെ എടാ, ഏതു കാണാത്തോണ്ട് പറഞ്ഞില്ല. ഇതില് മമ്മത്തിനെ കൊല്ലണത് സുരേഷ് ഗോപി കിസ് ചെയ്തിട്ടാണ്. കിസ് ചെയ്തിട്ടാണ് ഒരു മമ്മത്തിനെ കൊല്ലണതില്. അപ്പൊ ഇവൻ ആലോചിക്കണം അതൊക്കെ എങ്ങനെയെന്ന്. അതുകൊണ്ട് എടാ, പടം കാണുന്നില്ല. ലിങ്ക് അയക്കോ. നീ ഉദ്ദേശിക്കുന്ന കിസ് സീനല്ല ഈ പടത്തില്. ഇതില് കിസ്സിങ് ഇത് കണ്ട വെറുത്തു. പിന്നെ ആരും കിസ് അടിക്കാൻ പോലും തോന്നില്ല. മറ്റേ ഡാർക്ക് റൊമാൻസ് ഇല്ലേ, അതിന്റെ ആളാന്ന് തോന്നുന്നു ജയ്. കുറച്ച് ഇങ്ങനത്തെ പടങ്ങളൊക്കെ തപ്പിപ്പിടിച്ച്. I recommend this movie to you guys. സത്യം പറ, ഇത് നീ വീടിന്റെ അടുത്തുള്ള എനിക്ക് മോസർ ബയറിന്റെ CD എടുത്ത് കണ്ടതല്ലേ ചെറുപ്പത്തില്? ആ കിസ്സിങ് കാണാൻ വേണ്ടി. പഴയ കഥകൾ പറയല്ലേ. അല്ലടാ, റാങ്ക് ഏതിലേക്കിടാ പറഞ്ഞിട്ടാണ് ഇത് ഗോട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല. എനിക്ക് കണ്ടിട്ട് റിസ്ക് ഗെയിം കൊള്ളാം സംഭവം. സുരേന്ദ്രൻ പുത്രയുടെ പോസ്റ്റേഴ്സ് ഒക്കെ വേറെ ലെവലല്ലേ? പീക്ക് സാധനം. ഇതിലും നിരത്തിന്റെ ആ ടൈറ്റിൽ ഫോണ്ട് കൊള്ളാം. ആ ടൈമിന്റെ അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഈ പോസ്റ്റർ ഒക്കെ ആയിരുന്നു. ഇതിന് ഇൻസ്പയർ ചെയ്തിട്ട് ഗോൾഡിൽ ഒരു പോസ്റ്റർ ഉണ്ട് തോന്നുന്നു എനിക്ക്. ഇതേ ഒരു മെത്തേഡില് ഗോൾഡിന്റെ ഒരു പോസ്റ്റർ ഇൻസ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടവര്. പുത്രേട്ടൻ തന്നെ ഇതേപോലത്തെ പോസ്റ്റർ ആണ് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസിന്റെ ഒരു പോസ്റ്റർ. സോ പുത്രേട്ടൻ ഇൻസ്പിറേഷൻ ഫോർ ഡബിൾ ബാരൽ പോസ്റ്റർ ഇതേപോലെയാണ് ഒരെണ്ണം. ഓ, അത് ക്ലാസ്. ബേസിക്കലി ഇതിന്റെ ഒക്കെ മൂഡാണല്ലോ. കുറച്ച് ഹൈപ്പർ ലിങ്കും ഭയങ്കര ഡാർക്ക് കോമഡി സ്കീം ഒക്കെ ഉള്ളതുകൊണ്ട്. നൈസ് പോസ്റ്റർ, തംസ് അപ്പ്. സോ ഗുഡ് ടു പോവാം. ഗുഡ്. ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പോസ്റ്റർ. ഓ മൈ ഗോഡ്. ഇത് മൊത്തം കണ്ടന്റ് ആണല്ലോ. ഒന്ന് വിനീത് ശ്രീനിവാസ് ഇത് കാണില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയും ജനിക്കാതിരിക്കുന്ന അച്ഛന്മാർക്ക് ഇനിയും ജനിക്കാതിരിക്കുന്ന അച്ഛന്മാർക്ക് നേരെ തിരിച്ചല്ലേ പറയണ്ടേ? ഇനിയും ജനിക്കാതിരുന്ന മകന്മാർ, അങ്ങനെ എന്തെങ്കിലും അല്ലേ വർക്കാവാ? ശ്രീനിവാസൻ എവിടേക്കാ നോക്കണത്? ഓക്കെ, ഇതെന്താ എനിക്ക് മനസ്സിലായതോ ഈ നാടകത്തിന്റെ പോസ്റ്റ് പോലെ തോന്നുന്നു. മകന്റെ അച്ഛൻ അടുത്ത നാടകം അവതരിക്കാൻ പോകണം. മൊത്തം അതാണ് പരിപാടി. മകന്റെ അച്ഛൻ അതാണ് സാധനം. ശ്രീനിവാസിന്റെ റിയാക്ഷൻ തന്നെയാണ് എന്റെ ഇതിനൊക്കെയുള്ള റിയാക്ഷൻ. പ്രത്യേകിച്ചൊന്നും വേറൊരു എക്സ്പ്രഷൻ. ബാഡിക്ക് പോവല്ലേ? ഒച്ചിന് മുട്ടിയേക്കാനായിട്ടില്ല. ഒച്ച ഫാൻ ബോയ്. അതിന്റെ പ്രൈം ഏറയിലാണ് ഈ പോസ്റ്റർ വന്നത്. അപ്പൊ കറക്റ്റ് ആ ഒരു പരിപാടിയും പുള്ളിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ജീസസ് ആയിട്ട് നിൽക്കുന്ന സാധനം, സൈഡിൽ മറ്റേ ഇങ്ങനെയൊക്കെ ഓടുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇതിൽ ഗ്ലിച്ച് എഫക്റ്റും ഉണ്ടല്ലോ, ട്രാൻസിന്റെ ആ ഒരു സാധനം കാണിക്കാൻ. അന്ന് ആദ്യം കളറാണ് ഇതിന്റെ മെയിൻ. ആ ബ്ലൂ പേർപ്പിൾ അടിപൊളി. അത് ഭയങ്കര നൈസ് മിക്സ്. ലൈക്ക് ആ പടത്തിന്റെ മൂഡ് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റർ. അതെ ശരി. എനിക്ക് ഗ്ലിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ആ ടൈറ്റില് ഗ്ലിച്ച് ഇങ്ങനെ ഒട്ടും ഗ്ലിച്ച് എഫക്റ്റ് ഒരുപാട് യൂസ് ചെയ്ത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാറില്ല. പക്ഷെ നീറ്റ്ലി യൂസ് ചെയ്തേക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്റർ അത്. ദിസ് ഗോസ് ടു ഗുഡ്. മൂർഖൻ ഐ തിങ്ക് എന്താ പറയണ റിസ്കാൻ എനിക്ക് ഹൈഡ് ചെയ്യുന്നത് മൂർഖനെയാണ് തോന്നുന്നുണ്ട്. അതല്ല മേലെ കണ്ടില്ലയോ എന്റെ ചരിത്രം. ഇതൊക്കെ ഇത് സ്പൂഫായിരിക്കും. എന്താ അല്ല പുള്ളി എന്തിനാ ബീച്ചിലൊക്കെ പോയിക്കുന്നേ? ബീച്ചോ ബാക്കിലെന്താ? മരുഭൂമിയല്ലേ ഇത്? എനിക്ക് ആ അതിലും എന്റെ റിയാക്ഷൻ എഴുതിയേക്കുന്നത് തന്നെയാണ് മയിര്. അല്ലാണ്ട് എന്ത് പറയാൻ ഇതിനൊക്കെ. ഈ പോസ്റ്റർ കണ്ട് നമ്മൾക്ക് സെയിം റിയാക്ഷൻ. മയിര് I feel bad for that ചേമ്പിന്റെ ഇല. അതാണ് എഴുതിയേക്കുന്നത്. മയിര് ചേമ്പിൻ ചൊറിയുന്നു. ഈ പോസ്റ്റർ ബാഡിക്ക് പോണോ അഗ്ലിക്ക് പോണോ എന്താ വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും. ഇത് വേണമെങ്കിൽ അഗ്ലി കൊടുക്കാൻ. ഇത് അഗ്ലി. ഇത് പാവം പുള്ളിയുടെ ചാരിത്രം പോയതല്ലേ, അപ്പൊ അഗ്ലി ആക്കിക്കോ. കൊച്ചിനെ മൂർഖം തിന്നു. ഇത് അഗ്ലി കൊടുക്കാൻ കാരണമുണ്ട്. തെറി എഴുതിയിരിക്കുന്നത് അത് ഭയങ്കര മോശമായി പോയി. എന്തത് ഒരു പോസ്റ്റർ അല്ലേ അത്? സോ ഒച്ചിനൊരു കൂട്ടായിട്ട് നമ്മൾ മൂർഖനെ അങ്ങോട്ടേക്ക് ഇടുകയാണ്. ലെറ്റ്സ് ഗോ നെക്സ്റ്റ് വൺ. ഞാൻ ഈ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു പോസ്റ്റർ കാണിച്ചു തരാം. അനൗൺസ്മെന്റില്
യെസ്, റിയലി നൈസ് പോസ്റ്റ്. വൺ ഓഫ് ദ ബെസ്റ്റ് പോസ്റ്റർ ആണ്. ക്ലാസിക് പോസ്റ്റർ ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഒരു സാധനം കൂടി ഉണ്ട്. എനിക്ക് ആട്ടത്തിന്റെ പോസ്റ്ററും ഭയങ്കര ഇഷ്ടമാണ്. ആട്ടം ആ വിനയ് ഫോർട്ടിന്റെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് എന്തോ ഒരു വൈബ് ഉണ്ടല്ലേ. ചിദംബരം വാസ് അൺഎക്സ്പെക്ടഡ്. പുള്ളി ഞാൻ വിചാരിച്ചില്ല. പറവയുടെ പോസ്റ്റേഴ്സ് ഭയങ്കര നൈസ് ആയിരുന്നു. പറവ ആൻഡ് രോമാഞ്ചം. എനിക്ക് അമൽ നീരത്തിന്റെ ബോഗൻവില്ല പോസ്റ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ പോസ്റ്റർ ഡിസൈനേഴ്സ് കുറച്ച് കുറവാണ് തോന്നുന്നു എനിക്ക്. പണ്ടത്തെ പോലെ യെല്ലോ തൂട്ടൊക്കെ ഇപ്പൊ നിർത്തിയില്ല. ഇപ്പൊ ഉണ്ടാ എന്റെ യെല്ലോ ടൂത്ത് ഉണ്ട്, യെല്ലോ ടൂത്തുകളുണ്ട്. യെല്ലോ ടൂത്താന്ന് തോന്നുന്നു ഈ അടുത്ത് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം പരിപാടികളായിപ്പോയി, എല്ലാം ഒരേപോലെ ഇരിക്കുന്നു ഇപ്പൊ. ലൈക്ക് ഒരു ഡിഫറൻസ് കൊണ്ടുവരാനുള്ളത് ഭയങ്കര കുറവ്. ഇപ്പൊ ജോജി ദുരൂഹ സാഹചര്യത്തിലൊക്കെയാണ് അങ്ങനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ഉള്ളൂ. ഫസ്റ്റ് ലുക്ക് അടിപൊളിയാണ്. എനിക്ക് ഭ്രമയുഗം ആണ് എന്റെ ഫേവറേറ്റ്. വേറെ എനിക്ക് അങ്ങനെ നോട്ടബിൾ സാധനങ്ങളൊന്നും പിന്നെ ഡിസൈർ ഇഷ്ടമാണ്. മറ്റേ ഡൈസർ അടിപൊളിയാണ്. അത് അടിപൊളി പോസ്റ്റർ ആയിരുന്നു. മധുരം പോസ്റ്റർ ഓൾസോ റിയലി ഗുഡ്. മധുരം ടൈറ്റിൽ ഭയങ്കര അടിപൊളിയാണ്. നൂലില് ചെയ്ത് വെച്ച പോലെ അവർ സ്റ്റിച്ച് ചെയ്ത പോലെ അവർ ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്. അത് അടിപൊളി പോസ്റ്ററാണ്. ജെല്ലിക്കെട്ടിന്റെ പോസ്റ്റർ ഓർമ്മയില്ല. ആ ചളി ഇങ്ങനെ വാരി വിതറിയിട്ട് എപ്പിക് സാധനമാണ്. അതൊക്കെ ജെല്ലിക്കെട്ടിന്റെ പോസ്റ്റർ ഭയങ്കര ഗോട്ടഡ് പോസ്റ്ററാണ്. പണ്ട് എന്താണ് ഈ ഭരതൻ പുള്ളിക്കാരനെ വരച്ചുണ്ടാക്കി ചെയ്യുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. ഭരതൻ ഡയറക്ടർ ഭരതൻ. അത് എപ്പിക് പോസ്റ്റേഴ്സ് ആയിരുന്നു പണ്ട് പുള്ളിക്കാരൻ. എനിക്ക് മറ്റേ ഗുഡ് ബാഡ് അഗ്ലി ഇഷ്ടപ്പെട്ടായിരുന്നു ഈ അടുത്ത പോസ്റ്റർ. അജിത്ത് 3 എണ്ണമായിട്ട് നിൽക്കുന്ന പരിപാടിയില്ലേ, അതിലൊരു ഗ്ലിച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. ചെറിയൊരു ഗ്ലിച്ച് എഫക്ട് ഭയങ്കര. അങ്ങനെ പറയുമ്പോ ഓൾമോസ്റ്റ് തമിഴ് പോസ്റ്റേഴ്സ് ഏകദേശം എല്ലാം ഭയങ്കര നല്ലതാണ്. അതെ അതെ അതെ. എനിക്ക് ഒരു ഹൈ കിട്ടാത്ത പോസ്റ്റേഴ്സ് ഇറക്കുന്ന എപ്പോഴും ഹിന്ദി സിനിമയാട്ടോ. ലൈക്ക് ബോളിവുഡിൽ നിന്ന് അങ്ങനെ ഒരു അവരുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്, ഒന്നും ഒരു ഹൈ ഉള്ള പോസ്റ്റേഴ്സ് ഞാൻ കണ്ടിട്ടില്ല. ഡിസൈനേഴ്സ് ആണ് ബോളിവുഡ്. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ഫുള്ളി വർക്ക് ആവാത്ത പോസ്റ്റേഴ്സ്. എന്തെങ്കിലും ഓർമ്മയുണ്ട് ബോളിവുഡിൽ വർക്ക് ചെയ്യാൻ അവസാനം വർക്ക് ചെയ്യാൻ പോസ്റ്റർ? അനിമൽ പോസ്റ്റേഴ്സ് അനിമൽ പോസ്റ്റേഴ്സ് കൊള്ളാം. അത് ബിക്കോസ് സന്ധ്യ റെഡ്ഡി വങ്ക, അതുകൊണ്ട് പുള്ളിക്കാരൻ സ്ട്രേറ്റ് ഫ്രം ടോളിവുഡ്. പിന്നെ ഏത് പറഞ്ഞ പോലെ അന്താദുൻ പോസ്റ്റർ ഓൾസോ റിയലി ഗുഡ് ഉണ്ട്. കുറയില്ലാതെ ഉള്ളൂ. നമ്മുടെ പോസ്റ്റേഴ്സ് സത്യം പറഞ്ഞാൽ അടിപൊളിയാട്ടോ. അപ്പൊ എനിക്ക് മലയാളം സിനിമയിലെ ഇപ്പൊ മാലിക്കിന്റെ പോസ്റ്റർ ഒക്കെ ഞാനിപ്പോ കണ്ടപ്പോ ഭയങ്കര അടിപൊളി. മലയും കുഞ്ഞ്, മഹേഷ് നാരായണ പടങ്ങളുടെ പോസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര. ആക്ച്വലി ഹിന്ദിയിൽ പഴയതൊക്കെ ക്ലാസിക് ആട്ടോ. ഇപ്പൊ ഷോലെ തുടങ്ങിയ പടങ്ങളിലൊക്കെ ആ ഒരു ഐഡിയ ഒരു അടിപൊളിയായിട്ട് നമ്മളത് ഇൻസ്പയർ ആയിട്ടല്ലേ. ഗാൻ, റൗഡി, റാത്തോർ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെയാണ് പ്രശ്നം. പണ്ട് ഓക്കെ ആയിരുന്നു. അപ്പൊ അതാണ് അവസ്ഥ പോസ്റ്റേഴ്സ്. പോസ്റ്റ് റിയാക്ഷൻ ഇപ്പൊ കറന്റ്ലി വി ഓൾ നോ ലൈക്ക് എസ് കുഞ്ഞമ്മയാണ് പീക്കിൽ നിൽക്കണം. നമുക്ക് മലയാളത്തില് അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നാണ് തോന്നുന്നത്. ഓൾഡ് മോങ്സ് കൊള്ളാം, അവരും കൊള്ളാം, യെല്ലോ ടൂത്തും കൊള്ളാം. ജോണി ഫ്രെയിംസിന്റെ വർക്ക് എനിക്ക് ഫസ്റ്റത്തെ ഒരു വർക്ക് ഭയങ്കര ഇഷ്ടം. ഓപ്പറേഷൻ ജാവന്റെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്ലബ് ജോണി അല്ലേ? റൈഫിൾ ക്ലബ് ജോണിയാണ് ആണ് തോന്നുന്നു. എനിക്ക് ലൗലിയുടെ പോസ്റ്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പടം ഷിറ്റിയർ ആയതുകൊണ്ട് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പോസ്റ്റേഴ്സ് ആർ വെരി ഗുഡ്. സ്പെഷ്യലി ആ ഈച്ച അങ്ങനെ ഹൈ ആയി നിന്നിട്ട് മാത്യു ചെറുതായി നോക്കുന്നത്, ആ ഒരു കോൺസെപ്റ്റ് അത് അടിപൊളി പരിപാടിയാണ്. ജോണി ഫ്രണ്ട്സ്, കുഡോസ് ടു ജോണി ഫ്രണ്ട്സ്. ഇനി വരുന്ന ഏതെങ്കിലും സിനിമയുടെ പോസ്റ്റേഴ്സ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും അപ്കമിങ്? ഇപ്പൊ എനിക്ക് ദുരൂഹ സാഹചര്യത്തിൽ മാത്രം പെട്ടെന്ന് ക്ലിക്ക് ആയത് ഓർമ്മയുള്ളൂ. മൾട്ടിവേഴ്സ് മന്മഥന്റെ പോസ്റ്റർ എങ്ങനെയാന്ന് എനിക്ക് തോന്നിയത്. മറ്റേ നിവിന്റെ സൂപ്പർ ഹീറോ. അത് കൊള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയെന്നറിയില്ല പടം. മറ്റേ സൗബിൻ ഡിക്യു പടം ഓതിര കടകോ അങ്ങനെ പടം ഉണ്ടായത് ഓർമ്മയുണ്ടാ? അത് ഷെൽവായിന്ന് തോന്നുന്നു. പക്ഷെ അതിന്റെ പോസ്റ്റർ കിട്ടിയ സാധനമായിരുന്നു. സോ നമുക്ക് ഈ വീഡിയോന് ശേഷം നമുക്ക് ഒരു സ്പെഷ്യൽ പോസ്റ്റേഴ്സ്, തംബ്നെയിൽസും യൂട്യൂബ് തംബ്നെയിൽസിന്റെ സംഭവങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. സ്പെഷ്യൽ ഹോറർ കൊടുക്കുന്നതായിരിക്കും. സോ see you in next episode. So goodbye. Bye guys. Bye.